കണ്ടു നിന്ന് ഒന്ന് ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അതായത് പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ എങ്ങനെയായാലും വിവരങ്ങൾ ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, വയനാടിലെ ദുരന്തത്തിൻ്റെ കാര്യം. ആ ദുരന്തമുഖത്തിലുള്ള ആ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. പല ആൾക്കാരും അവരുടെ എന്താ പറയുക, സ്വന്തം ആൾക്കാരെ അന്വേഷിച്ച് നടക്കുക. ഇപ്പോഴും ഒരുപാട് ആൾ കണ്ടെത്താനുണ്ട്, ഒരുപാട് ആൾ മരണമടഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരെ സ്മരിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരം വീഡിയോ നിങ്ങൾ വിചാരിക്കും ഞാൻ അത് ഉണ്ടായിട്ടും റീൽസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ കുട്ടിയുള്ളതുകൊണ്ട് എൻ്റെ റീൽസൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഓരോ എന്താ പറയുക ടെക്സ്ചറിൽ എൻ്റെ ഓരോ മാക്സി അല്ലേ, എൻ്റെ ഓരോ നൈറ്റി കണ്ടാൽ നിങ്ങൾക്ക് തിരിയും. ഞാൻ അന്നേ ദിവസം ഇട്ടതായിരിക്കില്ല, എത്രയോ കഴിഞ്ഞ മെയിൽ ചെയ്തതൊക്കെ ഞാൻ ഈ ഒരു കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചത് മാത്രമല്ല. അത് നമ്മൾ യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ തുടങ്ങിയ ആ ഒരു ഇതില്ലേ, നമുക്ക് പെട്ടെന്ന് നമ്മളത് സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മളെ വാച്ച് അവർ എന്തായാലും കുറക്കും. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അവർക്ക് എന്തായാലും അവർ നോട്ട് ചെയ്യും. അങ്ങനെ ഞാൻ കണ്ടത്, ഞാൻ പല യൂട്യൂബേഴ്സിനെയും കേട്ടിട്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവർ നമ്മളെ കട്ട് ചെയ്താളിയും. അതുകൊണ്ടാണ് മിനിമം ഒരു റീലെങ്കിലും ഞാൻ അന്നന്ന് അപ്ലോഡ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അന്നേ ദിവസത്തെ ആയിരിക്കുമല്ലോ ഒരിക്കലും അപ്ലോഡ് ചെയ്യുന്നത്. തലേ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ അങ്ങനത്തത് മാത്രം. അല്ലാണ്ട് ഞാൻ ഈ ഒരു ദുരന്തം എന്താ പറയുക വയനാട്ടിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സന്തോഷിച്ചിട്ട് റീൽസ് ഇടുന്നതേ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയാനുള്ളത്. ഒരിക്കലുമല്ല. അങ്ങനെ എനിക്കൊരു കമൻറ്റും കൂടി വന്നിട്ടുണ്ട്. അല്ല കേട്ടോ, അങ്ങനെയല്ല, ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും എന്താ പറയുക, നമ്മളതിനെ നേരിടും അല്ലെങ്കിൽ എന്നാൽ തിരിച്ചു വരുന്നുള്ള ലെവലിലാണ്. ആ വയനാടിനെ ഒരുപാട് ആൾ സഹായിക്കാനൊക്കെ എത്തി. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പോഴത്തെ ഒരവസ്ഥയല്ലേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഇന്ന് വന്നത് വേറെ ഒന്നുമല്ല, ഒരു Q&A വീഡിയോ. ഞാൻ മുന്നേ എൻ്റെ ഒരു 5-6 റീൽസിന് മുന്നേ, ആഡ് ഷോർട്സിന് മുന്നേ ഞാനൊരു Q&A ചോദിച്ചിരുന്നു. അതാണ് സംഭവം. ഒരു യൂട്യൂബേഴ്സിനും ഇങ്ങനെ ഒരു ഗതികെട്ട Q&A കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ ബാക്കി എല്ലാ സകലമാന ഷോർട്സിലും നിങ്ങൾ വന്ന് ചോദിക്കുന്ന അതല്ലേ ഇതല്ലേ എന്താ വീട് എവിടെയാ സ്ഥലം അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ ഞാൻ Q&Aയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ആകെ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും എനിക്ക് Q&A വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് എന്നെക്കുറിച്ചൊന്നും അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും Q&A ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്സ് ഇട്ടത് കേട്ടോ. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്തില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരിക്കും. അതിൽ മെയിനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതാണ്. എന്താണ് ലവ് സ്റ്റോറി അല്ലേ, ലവ് സ്റ്റോറി ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെൻ്റെ എല്ലാ ഷോർട്സിലും ചില എല്ലാ ഷോർട്സിലും ഞാൻ കാണുന്നുണ്ട്. ലവ് സ്റ്റോറി ഒന്ന് പറയാമോ? ലവ് സ്റ്റോറി പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, അത്രയും പവർഫുള്ളാണ്. അപ്പോൾ പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരും, കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യും വേണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അവർ വന്നിട്ട് നമ്മൾ ഒന്നിച്ച് പറയണോ അല്ലെങ്കിൽ ഞാനെങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷനിലാണ്. എന്തായാലും ഞാൻ ലവ് സ്റ്റോറി ഇടുന്നു കേട്ടോ. എൻ്റെ യൂട്യൂബിൽ ചാനലിൽ എന്തായാലും എൻ്റെ ലവ് സ്റ്റോറി ഇടും, ഉറപ്പായിട്ടിടും. പിന്നെ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചിരുന്നു, പഠിക്കുമ്പോൾ അഭിനയം, പാട്ട്, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല വീഡിയോസാണ് എല്ലാം. ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു 10-11 വർഷത്തോളം പാട്ട് പഠിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് നിന്നല്ല, പല ആൾക്കാരുടെ അടുത്ത് മാറി പഠിച്ച ലാസ്റ്റ് ഒരു വത്സൻ സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് മൊത്തമായി പഠിച്ചത്. ക്ലാസിക്കൽ കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഡാൻസും പഠിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞതാണ്, പാട്ടിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. പിന്നെ അഭിനയം അതെനിക്ക് വശമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടിക്ടോക്കിൻ്റെ കാലത്തെ എനിക്ക് ടിക്ടോക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിന്. പിന്നെ നമ്മൾ തമ്മിൽ കുറച്ച് എന്താ പറയുക, ഒരു ചേർച്ചയില്ലായ്മ കൊണ്ട് ആ ടിക്ടോക്കിലെ വീഡിയോസ് എല്ലാം എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഡിലീറ്റ് ആക്കി. അപ്പോൾ ചെറിയ അത് പോയി. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പല രീതിയിൽ ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ
എന്താ പറയണ്ടേ, അതൊന്നും എനിക്ക് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൽ നിന്നെല്ലാം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ എന്താ പറയുക അത്ര ഉള്ളിലടക്കി വെക്കുക. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ഈ കഴിഞ്ഞ ഒരു 2 കൊല്ലം മുന്നുള്ള ഒരു കൊല്ലം മുന്നുള്ള ശിവരാത്രിക്ക് ഞാനും പിന്നെ എൻ്റെ നൈബറുണ്ട് അവളും കൂടിയിട്ട് ഒറ്റയ്ക്ക് ഡാൻസ് പഠിച്ചിട്ട് കളിച്ചു. കാരണം ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടും ഒന്നും ഇപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നില്ലല്ലോ. അതായത് എൻ്റെ കഴിവ് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് വെറുതെ കുത്തിരിക്കുന്നതാണെന്നുള്ള പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിപ്രഷൻ ഫീൽ ഉണ്ടായിന്. പക്ഷെ ഇപ്പം എല്ലാം മാറിക്കെട്ടി. എനിക്ക് അതിനൊരു പ്ലാറ്റ്ഫോം പോലെയാണ് തുറന്നു തന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ. കാരണം ഇതിലെനിക്ക് എന്തും എന്താ പറയുക, എൻ്റെ എല്ലാ കഴിവും ഇതിൽ പ്രകടിപ്പിക്കാമെന്ന് എനിക്ക് തോന്നി. സോ അപ്പം ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം, ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ എന്ന് പറഞ്ഞാൽ. എന്നോട് പറയലുണ്ട്, പല ആൾക്കാരും പറയലുണ്ട്, നീ സംസാരിക്കുമ്പോൾ അതിൽ ആക്ഷൻ വരുന്നു, അതിൽ എന്തെല്ലോ എന്താ പറയുക, നിൻ്റെ മുഖത്തിൽ പല എക്സ്പ്രഷൻസ് വരുന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ച് കാണിക്കുന്നതാണ്. അതിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക്സ് കേട്ടോ. പിന്നെ 3-4 ക്വസ്റ്റ്യനും ലവ് സ്റ്റോറി തന്നെയാണ്. സുന്ദരി സാവീൻ്റെ പനി അന്ന് കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ മിഞ്ഞാന്ന് വരെ കാണിക്കേണ്ട വന്നു. മോൻ്റെ പനീൻ്റെ കാര്യം ചോദിച്ചിരുന്നു. മിഞ്ഞാന്ന് വരെ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം മുന്നേ വരെ മൂക്കിലെ ജലദോഷം, ഇത് പനി കഴിഞ്ഞിട്ടാണ് മൂക്കിലെ ജലദോഷം വന്നത്. പിന്നെ അവനെ കാണിക്കേണ്ട വന്നു, ഇതുവരെ വന്നിട്ടില്ല. സോ ഭയങ്കര ബുദ്ധിമുട്ടിപ്പോയി അവനെക്കൊണ്ട്. ഞാൻ ഇതൊന്നല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിന്, പക്ഷേ എന്നെ ചതിച്ചു ഗൈസ് നിങ്ങൾ. അതേ മറിച്ച് എൻ്റെ മറ്റു ചില വീഡിയോസിലെല്ലാം ഞാൻ തപ്പി ഞാൻ എങ്ങനെയാണ് പിന്നെ Q&A എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അത് ചെറിയ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള വീഡിയോസിലെല്ലാം എന്തോരം ക്വസ്റ്റ്യൻസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹസിൻ്റെ വേർഡ്, എൻ്റെ വേർഡ് ഞാൻ പറഞ്ഞുതരാം. അത് ഇനിയിപ്പോൾ ഈ Q&Aയിലൊന്നും കാണില്ല. അത് ഈ Q&Aയിലുള്ളതാണ് ഞാൻ ഫസ്റ്റെല്ലാം ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ മറ്റു ചില വീഡിയോസിലെല്ലാം വന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ പറയാം. അതായത് എൻ്റെ വീട് മെയിൻ കണ്ണൂർ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അഴീക്കോടെന്നും പറഞ്ഞു കൊടുക്കലുണ്ട് പറയുമ്പം. അതായത് അഴീക്കോട് എന്ന് പറഞ്ഞാൽ ഒരു ചില പേർക്ക് വേഗം മനസ്സിലാവും. അഴീക്കലിനേക്കാൾ അഴീക്കോട് വേഗം മനസ്സിലാവും. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെയുള്ള അഴീക്കലിലേക്ക്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മരക്കാരവണ്ടിയാണ്. അതായത് കണ്ണൂർ സിറ്റിക്ക് അപ്പുറമുള്ള സ്ഥലമാണ് മരക്കാരവണ്ടി. പിന്നെ ഡാൻസ് പഠിച്ചു എന്നല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ അഭിനയം പഠിച്ചിട്ടില്ല. ഓക്കെ, പിന്നെന്നാ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ അതിനാണ് ഞാൻ Q&A എന്ന് പറഞ്ഞിട്ട് വെച്ചത്. എൻ്റെ എല്ലാ ഇതിലും വന്നിട്ട് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പിന്നെ സെർച്ച് ചെയ്യുക ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടല്ലേ ഞാൻ Q&A വെച്ച്. എൻ്റെ Q&Aയിൽ നിങ്ങളെ ഗൈസ് എന്നെ ചതിച്ചത്. ഇനിയിപ്പോൾ ഏതിലാണ് ഞാൻ പോയി തപ്പേണ്ടത്? എൻ്റെ എല്ലാ വീഡിയോസിലും പല കമൻസാണ്. അതിലൊരു വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട് കേട്ടോ. അദ്ദേഹം എപ്പോഴും ഇംഗ്ലീഷിലാണ് കമൻറ്റ് ചെയ്യൽ. എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ വീഡിയോസും നല്ലോണം ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ പല രീതിയിലും കമൻസ് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആളാണ്. ഐ തിങ്ക് ആൾ പുറത്തുള്ള ആളാണ്, UK അങ്ങനെ അബ്രോഡ് അങ്ങനെയുള്ള ആളായിട്ടാണ് എനിക്ക് സംശയം. അങ്ങനെയാണെന്ന് തോന്നുന്നത്, മേ ബി. എൻ്റെ പല വീഡിയോസിനും പല രീതിയിലും എന്ന് പറയുക അടിപൊളി, സുന്ദരി കുട്ടി അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് ഉണ്ട്. പക്ഷേ Q&Aക്ക് ഇതൊന്നും അല്ലല്ലോ വേണ്ടത്. എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ Q&A വേണ്ടത്. അപ്പോൾ ഗൈസ് Q&A ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നെ ചതിച്ചു ഗൈസ് നിങ്ങൾ. പിന്നെ ഗൈസ് നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, ഈ ബാക്ക്ഗ്രൗണ്ട് ഈ റോസിന് മാച്ചായിട്ട് ഞാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീട്ടിലാണ് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കസിൻ വന്നിട്ട് പിന്നെ ഓൻ ഇലക്ട്രീഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഓൻ്റെ റൂം തേച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നൈറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല, ഞാൻ രാത്രി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇട്ട ഡ്രസ്സ് ഇതിന് മാച്ചായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം. പിന്നെ ഇത് നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്, കാരണം Q&A ഞാൻ ആഗ്രഹിച്ചതാണ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാലും ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, അതന്നെ വലിയ ഭാഗ്യം. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇപ്പോഴും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് സ്ഥിരം കാണുന്നവരുണ്ട്, കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ
എന്താ പറയുക, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്രയൊന്നും മുന്നോട്ട് പോകുമോ. ഞാനില്ലേ, എന്നിട്ടാണ് എനിക്ക് ഈ ഷോർട്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വോയിസ് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് മോശമില്ലാത്ത രീതിയിൽ വ്യൂസ് കണ്ടു. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് എന്നാ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ ഓൺ വോയിസ് വീഡിയോസാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഈ ഡബ് സ്മാഷ് ഇതുപോലത്തെ ഷോർട്സ് ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെയാണോ, ഏത് തരം വീഡിയോസാണ് വേണ്ടതെന്ന് പ്ലീസ് ഒന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നതിൽ എനിക്കിഷ്ടം. അപ്പോൾ വീഡിയോ അത്ര വലിച്ചു നീട്ടാൻ മാത്രമുള്ള Q&A ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്തൊരിക്കലും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മളെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല നമ്മൾ മുന്നോട്ടുള്ള എന്താ പറയുക ജേണിയിൽ നിങ്ങൾക്കും ചേരാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഏത് തരം വീഡിയോ, എൻ്റെ ഓൺ വോയിസ് വീഡിയോ ഷോർട്സ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ ഡബ് സ്മാഷ് പോലത്തെ ഇതുപോലത്തെ ഷോർട്സിനെ റിപ്പീറ്റ് ചെയ്ത് ബോറടിച്ച് കാണുന്നോ, അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യും. ബാക്കി എല്ലാവരും പല രീതിയിലും കമൻറ്റ് ചെയ്യുന്നില്ലേ, അതൊന്ന് കമൻറ്റ് ചെയ്യും. ഏത് തരം വീഡിയോസാണ് എനിക്ക് സൂട്ടാകുന്നത്. കുറേ യൂട്യൂബേഴ്സ് പല രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ഹെയർ ബ്യൂട്ടി ഒക്കെ ഇടുന്നു. ഞാനും ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഒരുപാട് ബ്യൂട്ടി ടിപ്സ് ഉണ്ട്. ഞങ്ങളെ ബ്യൂട്ടി ടിപ്സ് ഒന്നും എവിടെയില്ല എന്നുള്ള ലെവലാണ്. നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഹെയർ അങ്ങനത്തെ എന്തൊക്കെ വീഡിയോസ്, ഏതൊക്കെ തരത്തിലാണ് എന്നെക്കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് പ്ലീസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.